ഒരു കാര്യം ഇനി ഉറക്കെ പറയേണ്ടതുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു, ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അത് അനീതിയാണ്, യുദ്ധവെറിയാണ്, അത് വംശീയതയാണ്, അത് സ്വന്തം അടിമകളെ കളിപ്പാവുകളെ സൃഷ്ടിച്ച രാജ്യത്തിൻ്റെ സമ്പത്തൂറ്റുന്നതിനാണ്. ഇതെല്ലാവർക്കും അറിയാം. അതിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയലിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മി എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന ട്രംപാണ്. അമേരിക്കൻ ജനതയോ അല്ലെങ്കിൽ ഇസ്രയേലി ജനതയോ ഒന്നും ഈ അക്രമത്തെ പിന്തുണയ്ക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒറ്റപ്പെട്ട ചില വംശവേറിയന്മാർ അതെല്ലാ രാജ്യത്തുമുണ്ട്. നമ്മുടെ രാജ്യത്തും ചിലവനൊക്കെ എഴുതി അങ്ങ് മറിക്കുന്നത് കണ്ടു, വലിയ വികാരവായ്പോടെ. അവിടെ ഒരുപാട് ഇറാനികളെ കൊന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അതാത് ഭരണകൂടങ്ങൾ ഒരുപാട് മനുഷ്യരെ കൊന്നിട്ടുണ്ട്. അതിനെല്ലാം മറ്റ് രാജ്യത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് കൊന്നിട്ട് പോകലാണോ മര്യാദ? എന്നിട്ട് അത് എഴുതുകയാണ്. അതിനി മറ്റൊരു സ്ഥലത്ത് പറയാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആക്രമിച്ചവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആ യുദ്ധസാമഗ്രികൾ ആക്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം മിഡിൽ ഈസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ ഒരു ന്യായവുമില്ല. അവരയഥാർത്ഥത്തിൽ ഇവരുടെ സഹായം സ്വീകരിച്ചത് തന്നെ ഈ പറയുന്ന അമേരിക്കയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്രായേലിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല. അവർ ഭയന്നാണ് പാവങ്ങൾ അവരുടെയൊക്കെ പിന്തുണ തേടുന്നത്. ആരെ ഭയന്ന്? ഒരു കാലത്ത് ഇറാഖിനെ ഭയന്ന്, പിന്നെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഭയന്ന്. തങ്ങളുടെ മേൽ എപ്പോഴും പിടിച്ചടക്കൽ ഉണ്ടാകുമോ, തങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമോ, തങ്ങളെ കീഴ്പ്പെടുത്തുമോ, തങ്ങളെ അധികാരത്തിൽ നിന്ന് തെറിപ്പിക്കുമോ തുടങ്ങിയ ചിന്തകൾ കൊണ്ട് പലപ്പോഴും ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവരിലൂടെ ലക്ഷക്കണക്കിനും പാവങ്ങളായ മനുഷ്യരാണ് ജീവിക്കുന്നത്. ആ രാജ്യങ്ങളിലാണ് ഈ ലോകത്തിൻ്റെ ഉപജീവനമാർഗം അല്ലെങ്കിൽ അന്നമിരിക്കുന്നത്. അവർ നൽകിയ ഇടങ്ങളാണ് ഒരുപാട് മനുഷ്യർക്ക് ജീവിതങ്ങളായത്. ആ ജീവിതങ്ങളിലാണ് ഒരുപാട് മനുഷ്യർ അവരുടെ കാര്യങ്ങളൊക്കെയും സ്വപ്നം കണ്ടത്. ഇപ്പോൾ മണിക്കൂറുകളെ ആയുള്ളൂ ഇതുണ്ടായിട്ടുള്ളതെങ്കിലും അതുണ്ടാക്കുന്ന ആശങ്കയും നമ്മുടെ നാട്ടിലേതടക്കമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വീഴ്ത്തുന്ന കരിനിഴലും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ മേൽ വല്ലാതെ അടിച്ചു തകർത്ത് കരുത്ത് കാണിക്കുന്ന ഇറാൻ, അതിൽ യാതൊരു നീതിയുമില്ല. യഥാർത്ഥത്തിൽ അടിക്കേണ്ടത് തങ്ങളെ അടിച്ചവരെയാണ്, അല്ലെങ്കിൽ അവരടിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന ആയുധങ്ങളെയാണ്. ഇപ്പോൾ അതും കടന്ന് ഹോട്ടലുകളെയും ജനവാസ കേന്ദ്രങ്ങളെയും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ ലക്ഷ്യം വെക്കുന്നത് ഒരു ന്യായവുമുള്ള കാര്യമല്ല. ആ ലക്ഷ്യങ്ങളെ നമുക്ക് ന്യായീകരിക്കാനുമാവില്ല. ആദ്യ സമയത്തെ വികാരം കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വിട്ടുപോകുന്ന ഭ്രാന്ത് കൊണ്ടോ ഒക്കെ കാട്ടിക്കൂട്ടിയത് ഒരു സ്ഥിരമായ ഏർപ്പാടാക്കി കൊണ്ടുപോകുന്നത് എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മനസ്സടക്കം എതിരായി സ്വയം നശിക്കുന്നതിലേക്ക് ഇറാൻ നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നവർ അതിനനുസരിച്ച് രൂപപ്പെടുത്തിയില്ലെങ്കിൽ ഈ പറയുന്ന നഷ്ടം അത് ലോകത്തിൻ്റെ നഷ്ടമായി മാറുമെന്ന് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ചവർക്കോ നിങ്ങളെ ചെയ്തവർക്കോ ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല. അവർ വീണ്ടും ഇവരെ നിങ്ങളടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവരുടെ കാശ് വാങ്ങി ഒരുതരം പെയ്ഡ് ഗുണ്ടകളെപ്പോലെ അങ്ങനെ പെരുമാറി അവരുടെ ഉപജീവനമാർഗം കണ്ടെത്തുകയുള്ളൂ. അതിനപ്പുറത്തുള്ള വിവേകമുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ ഇറാൻ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടത്. ആദ്യ നിമിഷങ്ങളുടെ വൈകാരികത അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഇനിയുള്ള സമയത്ത് ഈ ജനവാസ മേഖലകളിലും അത്തരമിടങ്ങളിലും വല്ലാതെ ബോംബിട്ട് തകർക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വിജയം ആഘോഷിക്കാൻ ഇറാനും കഴിയില്ല എന്ന് മാത്രമല്ല, ഇറാൻ്റെ പരാജയം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്കും സന്തോഷം പകരുന്ന നിലപാടല്ല അത്. അതുകൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും യുദ്ധ സാമഗ്രികളെയുമാണ്, അല്ലാതെ ഒരിക്കലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അല്ല എന്നതാണ് കൃത്യമായ നിലപാട്.